ഹലോ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് പോവാണ്. ഇത് 3:17 പോവാണ്. അവിടെ ചെന്നപ്പോൾ പമ്പിൽ ഇറങ്ങി ഞങ്ങൾ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി ഫ്രഷൊക്കെ ആയി. പിന്നെ നമ്മൾ വണ്ടി എടുത്തു. പിന്നെ പതിയെ വണ്ടി എടുത്തു. നല്ല സൈഡ് റോഡിലായിരുന്നു പമ്പും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഫ്രഷായി ഇങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഒരു പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വെറുതെ എൻജോയ്മെൻറ്റ് ചെയ്തു. ബേക്കിൽ രണ്ടന്മാരോടെ ഉണ്ട്. ബേക്കിൽ കിടന്ന് ഉറക്കമായിരുന്നു. അവർ വണ്ടി ഓടിക്കുന്നപ്പം പോകുന്ന വഴിക്കാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ കയറി വെറുതെ ഇരുന്ന് ബിൽഡിങ്ങിന് മുകളിൽ ഇരുന്ന് വെറുതെ വീഡിയോയും കാര്യങ്ങളെടുത്തു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ് വണ്ടി ഞങ്ങളൊരു മാളിൽ കയറി വണ്ടി കഴുകാൻ കൊടുത്തു. മാളിനകത്ത് കയറി ജസ്റ്റ് 2 ഫോട്ടോസും പിന്നെ അവിടുത്തെ വ്യൂസൊക്കെ നോക്കി തിരിച്ചിറങ്ങി വന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങിയായിരുന്നു. അതൊന്നും വീഡിയോ കിട്ടിയില്ല. പിന്നെ നമ്മൾ രാത്രി റൂമിൽ എത്തിയിട്ട് റൂമിൽ ഓർന്നുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി അവിടെ ഒരു മലമുകളിൽ ചെന്ന് അവിടുത്തെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഒരു മന്ദിരം പോലെയാണ്. ശാന്തമായിരിക്കും അവിടെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ശാന്തമായി ചെയ്യാനൊക്കെ ഇല്ല. അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് വലിയ മലയാണ്. താഴേക്ക് വലിയ മുക്ക പോലെയൊക്കെയാണ്. വരുന്ന വഴിയാണെങ്കിലും നല്ല രസമാണ്. ഒരു വെള്ളക്കല്ലുകൾ കൂടെ നിൽക്കുന്ന പോലെയാണ് സ്ഥലം. അവിടെയാണ് ഈ സ്പോട്ട് വരുന്നത്. നല്ല രസമായിരുന്നു. എന്തായാലും ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് കാണാനുണ്ട്. അങ്ങോട്ടൊക്കെ പോയി നോക്കി. അവിടെയൊക്കെ ഒരു സാധാരണ മന്ദിരം പോലെ ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ. അധികം വീഡിയോ കൂടുതലായിട്ട് എടുത്തൊന്നുമില്ല. നല്ല വീഡിയോ എടുക്കേണ്ടിയായിരുന്നു. ചുറ്റും എടുക്കേണ്ടിയായിരുന്നു. പുറത്തിറങ്ങി ഒക്കെ ആ മലേൻ്റെ മുകളിലേക്കൊക്കെ വീഡിയോ എടുക്കേണ്ടിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ 4 പേരുണ്ടായിരുന്നു പോയപ്പോൾ. പിന്നെ ഇവിടെ സ്തൂപങ്ങളുണ്ടോ? സ്തൂപങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? കല്ലിൽ കുത്തിവെച്ച പോലെ. പിന്നെ അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അധികം കൂടെ നിൽക്കാനൊന്നുമില്ല.